ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ ഈ മഴയത്ത് എന്താ അത് മരത്തിന് തീ പിടിച്ചോ ഇടിമിന്നലേറ്റോ എന്നൊക്കെ തോന്നുമല്ലേ? അതൊന്നും അല്ല കേട്ടോ. ഇത് ഇന്നലെ രാത്രിയിൽ ചെയ്തൊരു സംഭവമാണ്. വീടിനോട് ചേർന്നുള്ള മാവിൽ വലിയൊരു കടന്നൽക്കൂട് ഉണ്ടായിരുന്നു. വലുതെന്ന് പറഞ്ഞാൽ നല്ല വലുതായിരുന്നു. അപ്പോൾ അതിനെ തുരത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. മഴയാണെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ നിന്നൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഇതിനെ നിർത്താൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇതിനെ കത്തിക്കാമെന്ന് ആലോചിച്ചിട്ട്. കടന്നൽക്കൂടാണെങ്കിൽ ഏറ്റവും മുകളിലാണ്, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മുകളിലേക്ക് വലിഞ്ഞ് കയറി വേണം ഇതിനെ കത്തിക്കാൻ. താഴെ നിന്ന് കത്തിക്കാൻ പറ്റില്ല, മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അതിനെ റിസ്ക് എടുത്ത് അവരെ നമ്മൾ സമ്മതിക്കണം. ഈ മഴയത്ത് അവരതിൽ കയറി അതിനെ കത്തിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് നമ്മളെന്തായാലും അവരെ എന്തായാലും എന്താ പറയുന്നതല്ല, അവരെ സമ്മതിക്കണം. ഈ മഴയത്ത് ഇങ്ങനെ വഴുക്കുന്ന ഒരു ഇതിൽ കയറിയല്ലോ, കയറി അതിനെ കത്തിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. ഇത് കത്തി തീരാറായതും നല്ല മഴ പെയ്യുന്നുണ്ട്. എന്നാലും എല്ലാം അത്യാവശ്യം കത്തിപ്പോയെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ആ പരിസരത്തൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ വീണ്ടും വരുമോ എന്നും അറിയില്ല. എന്തായാലും ഈ മഴയത്ത് ഇങ്ങനെ കത്തുന്ന കാണുമ്പോൾ പലർക്കും ഇതെന്താ ഈ മഴയത്ത് ഇങ്ങനെ കത്തിപ്പിടിക്കുന്നതെന്നല്ലേ? കത്തിപ്പിടിക്കുന്നതല്ല, അത് കത്തിക്കുന്നതാണ്. ആ ഒരു സംഭവമാണിത്. ഇന്നലെ വൈകിട്ടാണ് ഇതിന് വേണ്ടി മെനക്കെട്ട് രാത്രി കത്തിക്കാൻ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇത് ചെയ്യാൻ നിന്നത്. പിന്നെ മഴയാണല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. എന്നാലും മഴയില്ലെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഈ മഴയത്ത് രണ്ടുപേരും മുകളിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടില്ലേ? ആ മരത്തിൽ നല്ല വഴുക്കലുണ്ട് മാവിൽ. അതിൽ കയറി മുകളിൽ നിന്ന് അതിനെ കത്തിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ ഒരു വീഡിയോയിൽ. അങ്ങനെ ഒരു പരിധി ദൂരത്തിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെ നിറച്ച് കാട് പിടിച്ചടക്കുകയാണ്. പാമ്പുകളും വല്ലതൊക്കെ അവിടെ ഉണ്ടാവും, ഒരിക്കൽ കണ്ടിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ വീഡിയോ പകർത്തി എന്തായാലും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുകയാണ് കാണാൻ വേണ്ടിയിട്ട്.